അന്തിക്കടവത്തെ അമ്പിളിക്കൊങ്കിൽ കള്ളിക്കുയിലായി നീ പാടി തുള്ളിത്തിര തൊള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മറിമാനായി മാറി ജില്ലയിലെ ജില്ലയിലെ കിളി നീ എന്നിലെ വന്ന കനവേറി വന്നു കണ്ണിക്കിളി നീ എന്നിൽ കൊണ്ടൂവൽ വീശി നിന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് പോയിക്കാണ്, പാലക്കാട് മലമ്പുഴയിലേക്ക് പോയിക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മലമ്പുഴ ഡാമിൻ്റെ ആ പരിസരമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മറ്റേ തെക്കേ മലമ്പുഴ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സോജേട്ടൻ്റെ കപ്പയും മീൻ വറുത്തതും കഴിക്കാനായിട്ട് പോവുകയാണ്. അടിപൊളിയാണെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ മറ്റേ ഡാമിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കാണുന്നത്. നല്ല അടിപൊളിയാണ് കാണാൻ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്. പിന്നെ നമ്മൾ പോയ സമയത്ത് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വണ്ടികളുണ്ടായിരുന്നു റോഡിൽ. അപ്പോൾ ചെറിയൊരു വഴിയാണ് അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഡാമിൻ്റെ ആ പ്രദേശങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അടിപൊളിയാണ്. ആ വെള്ളം കയറി കിടക്കുന്നതും. പക്ഷേ നല്ല മഴയുണ്ട്, എന്നാലും അത്രയും അധികം വെള്ളമൊന്നും അവിടെ ഇല്ല. പക്ഷെ കാണാൻ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയില്ല, കാരണം നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 മണി 6 മണി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ പോകണം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇവിടെ അങ്ങ് ഇറങ്ങുന്നില്ല. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഇറങ്ങിയത് വഴിയൊക്കെ ബ്ലോക്കൊക്കെ മാറ്റാനായിട്ട് അവരെ സഹായിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, വെള്ളം കാണുന്നുണ്ടല്ലോ, എന്ത് വൈബാന്ന് നോക്ക്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഇടുക്കിയിലും ഡാമും എല്ലാം അടിപൊളിയാണ് കാണാൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പാലക്കാടിൻ്റെ ഒരു സൗന്ദര്യമാണ് ഈ കാണുന്നത്. മലമ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മലയും അതിൻ്റെ താഴ്വാരത്ത് ഇത്ര വെള്ളവും ഡാമും എല്ലാം ആയിട്ടൊരു അടിപൊളി വൈബുള്ളൊരു ഏരിയയാണ് മലമ്പുഴ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മലമ്പുഴയ്ക്ക് പോകുന്നത്. നല്ല അടിപൊളി. ഇത് ചെറിയൊരു പ്രദേശമൊന്നുമല്ല കേട്ടോ. പോണ വഴി മൊത്തം ഇതാണല്ലോ. ഈ ഭാഗത്തിനാണെന്ന് തോന്നുന്നു പറയുന്നത് മറ്റേ കവാന്നോ എന്തോ മലമ്പുഴ മറ്റേ മൃഗയ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. പക്ഷെ എന്താണെന്ന് പറഞ്ഞാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കാണാനായിട്ട്. ലൊക്കേഷൻ എന്ന് പറയുന്നത് അടിപൊളി ലൊക്കേഷനാണ്. എത്ര കണ്ടാലും നമുക്ക് ആ ഭംഗി അങ്ങോട്ട് മതിയാവുന്നില്ല. നമ്മുടെ ഇടുക്കിയിലെ മറ്റേ അഞ്ചുരുളി വിള്ളലാങ്കണ്ടം ആ ഭാഗത്തൊക്കെ കാണുന്ന ആ ഒരു ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് വെള്ളം കയറി കിടക്കുന്ന പോലൊക്കെ തന്നെയാണ് മലമ്പുഴയുടെ ഈ ഭാഗവും നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഈ കാണുന്നത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു അടിപൊളി പള്ളി കാണാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ്. ആ കുന്നിൻ്റെ താഴ്വാരത്തൊരു പള്ളി ഇരിക്കുന്നു, സൈഡിൽ തെങ്ങും തോപ്പ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹലോ മച്ചാമാരെ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് തെക്കേ മലമ്പുഴ. പൊളിയല്ല, നല്ല നമ്മളവിടെ ഒരു മീനിൻ്റെ കട ഉണ്ട്, സോജേട്ടൻ്റെ മീൻ കട. അപ്പോൾ ഇപ്പോൾ സംസാരിച്ചതാണ് നമ്മുടെ മെയിൻ ആള് കാസിക്ക. അത്യാവശ്യം വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നതാണ്. ഇതാണ് പ്രവീണ്, കൂടെ നിൽക്കുന്ന അമൽ, പിന്നെ വന്ന നമ്മുടെ സിറാജിക്ക, ഷിബീർക്ക, സനൂപ്, അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഉണ്ട്. എന്തായാലും ഒരു അടിപൊളി യാത്രയായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നതാണ് സോജേട്ടൻ്റെ മീൻ കട. ഇതാണ് നമ്മുടെ സോജേട്ടൻ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഏരിയയാണ്. താഴെയാണ്, ചെറിയൊരു ഷോപ്പാണ് താഴെ. പക്ഷേ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിയൊരു ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യമുണ്ട്. ആ മുറ്റത്ത് മുന്തിരിയൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഭംഗിയാണ് അവരുടെ വീടിൻ്റെ മുകളിൽ നിന്ന് കാണാനും. നമ്മുടെ സനൂപൊക്കെ കയറി വരുന്നു ഫുഡ് കഴിക്കുന്നിടത്തേക്ക്.
കാസിക്ക താഴത്തു നിന്നും വെള്ളമായിട്ട് കയറി വരുന്നുണ്ട്. നമ്മുടെ മെയിൻ ആള് കാസിക്ക ഇല്ലാതെ എന്ത് ആഘോഷം എന്ന് പറഞ്ഞ പോലാണ്. കാസിക്കയാണ് നമ്മുടെ മെയിൻ പാട്ടുകാരൻ. ഇനി അങ്ങോട്ട് തിരിച്ചുള്ള നൈറ്റുള്ള യാത്രയിൽ ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ കാസിക്ക പാടുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതുണ്ടോ, അതാണ് ആ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ്. കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. മീൻ കണ്ടോ, എന്ത് വലിയ മീനാന്ന് കണ്ടോ. കപ്പയുണ്ട്, മീനുണ്ട്, പിന്നെ നമ്മൾ മന്തി റൈസ് മേടിച്ചായിരുന്നു. ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് ആസ്വദിച്ച് കഴിച്ചു. ഇവിടെ നൈറ്റ് നല്ല രസമാണ്. ഒന്നും കാണത്തില്ലെന്നേ ഉള്ളൂ, ഫോണിൽ അത്ര ക്ലാരിറ്റി ഉള്ളൂ. അതാണ് ഇതാണ് നമ്മുടെ സോജേട്ടൻ്റെ കട. ഇവിടെ പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് ആള്. എല്ലാവരും ഫുഡിനെ കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് 4 വലിയ മീനോളം കഴിച്ചു. സിലോപ്പിയും രോഹവും ആയിരുന്നു കഴിച്ചത്. ഒരു രക്ഷയില്ല കേട്ടോ, വളരെ ടേസ്റ്റാണ്. മസാലയൊക്കെ അടിപൊളിയാണ്. ആളുടെ പഴംപൊരി ഉണ്ടാക്കുകയാണ്. പഴംപൊരിയും ബീഫും ഇവിടുത്തെ വേറെ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് തിരിച്ചുള്ള യാത്രയിലാണ്. ഇനി കാസിക്കയുടെ പാട്ട് കേൾക്കാം. കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ. ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ. ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പെൺമനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണീ നെഞ്ചം. തകർത്തൊടുത്തു പെട്ടിയിലാക്കില്ലേ. പൊൻപ്രഭാതം വിടരും നേരം കുളിച്ചു റെഡിയായി വന്നു. കൊതിച്ച പെണ്ണോ ചീത്ത വിളിച്ചില്ലേ. എളിഭ്യനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. എളിഭ്യനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ലോകത്തിൽ ഒരു പ്രധാനിയായി നിന്നു. പരീക്ഷയിൽ ഞാൻ തുന്നം പാടില്ലേ. സപ്ലികൾ ഒരു കൊട്ടാരത്തിൽ മുന്നിൽ പകച്ചു നിന്നു. മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ. എളിഭ്യനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. എളിഭ്യനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ.
വട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുമ്പേ എന്നെ തനിച്ചാക്കിയകന്നിടുമോ. സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുമ്പേ എന്നെ തനിച്ചാക്കിയകന്നിടുമോ. ഒന്നും രണ്ടാണ്, നമ്മളെന്നും ഒന്നാണ്, എന്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണി മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. അപ്പോൾ നമ്മൾ ഈ ഒരു ഈവനിങ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഈ രണ്ടു പാട്ടൊന്നും അല്ല, അങ്ങ് മലമ്പുഴ തൊട്ട് ഇങ്ങ് നമ്മുടെ പട്ടാമ്പി വരെ പാട്ടൊക്കെ പാട്ടി, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുളപ്പള്ളി വന്ന് ചായയൊക്കെ കുടിച്ച് ആ ഒരു മഴ ആ വൈബിൽ ചായയൊക്കെ കുടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പാട്ടും വണ്ടിയിലിരുന്നുള്ള അടിപൊളി നൈറ്റ്. നല്ല മഴയായിരുന്നു പുറത്ത് നല്ല മഴ. എൻ്റെ കൂടെ പാട്ടൊക്കെ പാടി അടിപൊളി വൈബായിരുന്നു ഗൈസ്. ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും അടുത്ത യാത്രകളിലൂടെ കാണാം. അണ്ടക്കിളി നീ എന്നിലെ വന്ന കനവേറി വന്നു, കന്നക്കിളി നീ എന്നിൽ കൊണ്ടൂവൽ വീശി